മിഴി തുറക്കും മൊഴികൾ, മനം നിറയും തളിരോർമകൾ, മിഴികളിൽ നിറയെ കാണാ കാഴ്ചകൾ, മൊഴികളിൽ നിറയും അറിയാ കഥകൾ. മിഴി തുറക്കും മൊഴികൾ. എപ്പോഴോ മൗനത്തിൻ്റെ കൂട് തുറന്ന് വാക്കുകൾ അക്ഷരക്കൂട്ടങ്ങളായി പിറന്ന് വരികൾക്ക് പുതു അർത്ഥങ്ങൾ നൽകിയപ്പോഴാണ് കവിത പിറന്നെന്നറിഞ്ഞത്. എപ്പോഴോ കണ്ണുകളിൽ ഒളിപ്പിച്ച പരിഭവം മുഖത്തിൽ മന്ദഹാസമായി വിടർന്നപ്പോഴാണ് പ്രേമമായിരുന്നു എന്നറിഞ്ഞത്. എപ്പോഴോ അടിമകൾ എതിർപ്പിൻ്റെ ശക്തിദുർഗങ്ങളാൽ അധികാരസ്ഥാനങ്ങളെ കടപുഴക്കിയപ്പോഴാണ് സമരങ്ങൾ വിപ്ലവങ്ങളായത്. എപ്പോഴോ ജീവിതവ്യഥകളിൽ മനം നൊന്തൊരാൾ മരണം ആശ്രയമായി തിരഞ്ഞപ്പോൾ സാന്ത്വനമായി ആരോ തിരിച്ചു വിളിച്ചപ്പോഴാണ് ഇനിയും താണ്ടാനുള്ള ജീവിതയാത്രാ ദൂരം തിരിച്ചറിഞ്ഞത്. എപ്പോഴോ അലയുന്നവർക്ക് ആശ്രയമായും വിശക്കുന്നവന് അന്നമായും പീഡിതർക്ക് കൈത്താങ്ങായും ആരോ ഉണ്ടെന്ന ചിന്തയിൽ മുന്നേറ്റങ്ങളെ ആശ്ലേഷിക്കുമ്പോഴാണ് മനുഷ്യനെ തിരിച്ചറിയാനായത്. പത്മനാഭൻ തലോറ. നമസ്കാരം പപ്പേട്ട, നമസ്കാരം. പ്രിയമുള്ള പ്രേക്ഷകരെ, അന്താരാഷ്ട്ര അടുക്കളയുടെ മിഴി തുറക്കും മൊഴികൾ എന്ന ഈ അഭിമുഖ പരിപാടിയിൽ ഇന്ന് കഴിഞ്ഞ 4 പതിറ്റാണ്ടായി നാടകം എന്ന ശക്തമായ മാധ്യമത്തിൽ നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട പപ്പേട്ടനാണ്. പത്മനാഭൻ തലോറ എന്ന പപ്പേട്ടനെ അന്താരാഷ്ട്ര അടുക്കളയുടെ ഈ അഭിമുഖത്തിലേക്ക് സ്വാഗതം ചെയ്യാം. പപ്പേട്ട, നമുക്കെന്നാ തുടങ്ങല്ലേ? പപ്പേട്ടൻ്റെ കുറേ വിശേഷങ്ങൾ ഞങ്ങളുടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കണം ദയവായിട്ട്. വരൂ പ്ലീസ്. പപ്പേട്ട, കഴിഞ്ഞ 4 പതിറ്റാണ്ടായിട്ട് ഞങ്ങളെപ്പോലെയുള്ളവരെ പപ്പേട്ടൻ സംവിധാനം ചെയ്തുകൊണ്ട് സ്റ്റേജിൽ അവതരിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു സംവിധാനം എന്നുള്ള നിലയ്ക്ക്. ഇന്നെന്തായാലും ഞങ്ങൾ പപ്പേട്ടനെ സംവിധാനം ചെയ്യുകയാണ്, ഞങ്ങളുടെ ക്രൂ. സന്തോഷം, പപ്പേട്ടൻ്റെ ഞങ്ങളുടെ ചാനലിലെത്തിയതിന് വലിയ സന്തോഷം. ആദ്യം എനിക്ക് ചോദിക്കാനുള്ളത്, എൻ്റെ അറിവിൽ പപ്പേട്ടൻ നമ്മൾ സംസാരിക്കുമ്പോൾ പണ്ട് പറഞ്ഞിട്ടുണ്ട് വളരെ ചെറുപ്പകാലത്ത് തന്നെ ഈ നാടകരംഗത്തേക്ക് കടന്നു വന്നതാണ്. ആ ഒരു അനുഭവം ഒന്ന് പറയാമോ? ഞാൻ എൻ്റെ ഒരു 12ാമത്തെ വയസ്സിലാണ് തിയേറ്ററുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. അന്ന് ചെറിയ ചെറിയ ഈ സ്കൂൾ നാടകങ്ങൾ അതൊന്നും ഇല്ലാത്തൊരു കാലത്താണ്. അത് നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ നാടകത്തിൽ ഉത്സവ പറമ്പുകളിലൊക്കെ പോയി നൃത്ത നാടകങ്ങൾ, അതുപോലെയുള്ള നാടകങ്ങളാണ് വലിയ രീതിയിൽ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ഈ ചെറുപ്പകാലത്ത്. അപ്പോൾ ഒരു ഭക്തപ്രഹ്ലാദൻ എന്ന് പറഞ്ഞൊരു നാടകത്തിൽ ഒരു പ്രഹ്ലാദൻ്റെ വേഷമണിഞ്ഞാണ് ഞാൻ ആദ്യമായിട്ട് നാടകം. അതൊരു നൃത്ത നാടക സ്റ്റൈലിലായിരുന്നു. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ്. അന്നേരം ആ സമയത്ത് എന്ന് പറഞ്ഞാൽ നാടകത്തിനോടുള്ള ഈ രംഗകലകളോടുള്ള ഒരു പ്രതിപത്തി എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലൊക്കെ ഈ തെയ്യം കല എന്ന് പറയുന്നത് അതിൻ്റെ പിന്നെ ഉറക്കമളഞ്ഞ ഒരുപാട് തെയ്യക്കാവുകളിലൊക്കെ നമ്മൾ കയറിയ ഒരു വലിയൊരു കാഴ്ച നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ട്. അതുകൂടാതെ തന്നെ പപ്പേട്ടൻ്റെ കുടുംബം തന്നെ സത്യത്തിൽ എല്ലാവരും കലാകാരന്മാരാണല്ലോ. എല്ലാവരും സ്വാധീനിച്ചിട്ടുണ്ടാവല്ലോ. തീർച്ചയായിട്ടും അത് സ്വാധീനിച്ചിട്ടുണ്ട് പാരമ്പര്യമായിട്ട്. അതുമാത്രമല്ല, എൻ്റെ അച്ഛൻ നല്ലൊരു പിന്നെ പാട്ടുകാരനും ഒരു കലാസ്നേഹിയായിരുന്നു. നമ്മളൊക്കെ ചെറുപ്പകാലത്ത് എന്ന് പറഞ്ഞാൽ അച്ഛൻ നമ്മളെ ഈ കഥകളിയൊക്കെ കാണിക്കാൻ വേണ്ടി കൊണ്ടുപോകും. കഥകളി എന്ന് പറയുന്ന ഒരു നൃത്തരൂപം സാധാരണഗതിയിൽ നമ്മളെ ഉൾനാട്ടിലോ അല്ലെങ്കിൽ നാട്ടിൻപുറത്തുകാർക്ക് മനസ്സിലാവില്ല. തീർച്ചയായിട്ടും അച്ഛനൊക്കെ നമ്മളെ അമ്പലത്തിലൊക്കെ കൂട്ടിക്കൊണ്ടുപോയി അവിടെ നിന്ന് പിന്നെ കഥകളി എങ്ങനെ കഥകളി കാണണം ആസ്വദിക്കാമെന്ന് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. കഥകളി എന്ന് പറഞ്ഞാൽ ഇരുട്ട വെളുക്കിയല്ലേ, അതിൻ്റെ കേളി തൊട്ട് തുടങ്ങി അവസാനം പിന്നെ മംഗളം പാടി അവസാനിപ്പിക്കുന്ന വരെയുള്ള സമയം വെളുക്കുന്ന വരെ നമ്മൾ കഥകളി കാണും. നമ്മൾ സ്കൂളിലേക്ക് പോകും, അച്ഛൻ പണിക്കും പോകും. അങ്ങനെയാണ് കലയുടെ അംശം. അങ്ങനെ പപ്പേട്ടാ, അപ്പോൾ ഞാൻ ചോദിക്കാനുള്ളത്, ഇപ്പോൾ ഈ 12ാമത്തെ വയസ്സിൽ കലാപ്രവർത്തനം തുടങ്ങി, പിന്നെയുള്ള വിദ്യാഭ്യാസ കാലഘട്ടം, ആ സമയത്തെ കലാപ്രവർത്തനങ്ങൾ? ഈ വിദ്യാഭ്യാസ കാലഘട്ടം എന്ന് പറയുമ്പോൾ നമ്മളെ ഒരു 7-8 ക്ലാസ്സുകളൊക്കെ കഴിഞ്ഞ് നമ്മളെ ഈ ഹൈസ്കൂൾ ലെവലിലേക്ക് വരുന്ന സമയത്ത് ഇന്നത്തെ നിലയിൽ സ്കൂൾ യൂണിവേഴ്സിറ്റികൾ ഇപ്പം വലിയ രീതിയിൽ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ മേളയാണ്. അപ്പോൾ സ്കൂൾ നാടകങ്ങൾ എന്ന് പറയുന്നത് സ്കൂളിൽ സാധാരണ ആളുകൾ പറയും സ്കൂളിൽ കുട്ടികളുടെ നാടകം എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ്, അന്നേരം ആ കൺസെപ്റ്റ് ഇല്ല. നമ്മൾ താടി മീശയൊക്കെ വെച്ചിട്ടുള്ള ആളുകൾ അവർ ക്രൈപ്പൊക്കെ വാങ്ങിച്ച് ഒട്ടിച്ചിട്ട് അങ്ങനെ സ്കൂള് കാലഘട്ടത്തിലെത്തുമ്പോൾ നാടകത്തിൻ്റെ ഒരു ഇത്
മാറിയിട്ടുണ്ട്. നല്ല രീതിയിൽ മത്സരങ്ങൾ അന്നേരം നടക്കുന്നുണ്ട്. ഈ സ്കൂൾ ദിനോത്സവങ്ങൾ എന്ന് പറയുന്നത് പിന്നെ ആ സാധാരണ ഈ സ്കൂളിൽ മാത്രം ഒതുങ്ങാതെ ഒരു നാടിൻ്റെ ഉത്സവമായിട്ട് മാറുന്ന ഒരു കാലഘട്ടമാണ്. അല്ല, അങ്ങനെ വരുമ്പോൾ ആ കാലഘട്ടത്തിലൊരു നാടക രംഗത്ത് ഈ അഭിനയിക്കാനായിട്ട് പോകുമ്പോൾ ഒരു ഗുരുനാഥൻ എന്നുള്ള നിലയ്ക്ക് ആരെങ്കിലും അങ്ങേ അങ്ങനെ ആ കാലഘട്ടത്തിൽ ഉണ്ടായില്ല. പിന്നെ നമ്മൾ എന്ന് പറയുന്നത് ഈ കുറേ നാടകങ്ങൾ കണ്ടിട്ട് അതിൻ്റെ പിറകെ പോയിട്ടാണ് നമ്മൾ നാടകത്തോട് അടുത്തത്. നാടക പഠനം കോളേജിലേക്ക് പോകുന്ന സമയത്ത് ആ സമയത്താണ് നമ്മൾ ഈ ശാസ്ത്ര സാഹിത്യ പരിഷത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പരിഷത്തിൻ്റെ കലാജാഥകളിലെ നാടകങ്ങളുമായിട്ട് വലിയ രീതിയിൽ നമ്മൾ ബന്ധപ്പെടും. അതൊരു വലിയൊരു അനുഭവം തന്നെയാണ്. മാത്രമല്ല, നമ്മളെ ഈ നാടകം എന്ന മാധ്യമത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കാനും ചിന്തിക്കാനും അല്ലേ, മാധ്യമത്തിന്റെ സാധ്യതകളെ കുറിച്ചൊക്കെ. പരിഷത്തിന്റെ കലാജാഥകൾ എന്ന് പറയുന്നത് വലിയ രീതിയിൽ ജനസമ്മതി വേണ്ടിയിട്ടില്ലാണ്. അതുകൊണ്ട് പരിഷത്തിന്റെ കുറെ കലാജാഥകളിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും. അപ്പൊ അത്തരം വിഷയങ്ങളിലേക്ക് വരാം, വരൂ. തീർച്ചയായിട്ടും ആ ഒരു യൗവന കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ പരിഷത്തുമായിട്ടുള്ള ബന്ധം ഒക്കെ സ്വാഭാവികമായിട്ടും ഉണ്ടാകുമ്പോൾ ആ പ്രദേശത്തെ എന്താ പറയുക സംഘടനകളുമായിട്ടൊക്കെ പ്രവർത്തിക്കേണ്ടി വരില്ലേ? അതുതന്നെയാണ് ഒരു നമ്മുടെ നാട്ടിൽ അമേച്ചർ കലാസമിതി പ്രസ്ഥാനം. അമേച്ചർ കലാസമിതി പ്രസ്ഥാനം വളരെ ശക്തമായിരുന്നു. ഇന്ന് അത്രയും ശക്തമാണോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ആ കാലഘട്ടത്തിൽ ആണ് നിരവധി നാടകങ്ങൾ, ഒരുപാട് നാടക മത്സരങ്ങൾ, ഗ്രാമീണ കലാസമിതികൾ വലിയ രീതിയിൽ ഉയർന്നു വന്ന ഒരു കാലഘട്ടമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അത്തരം ഒരു നാടക കാലഘട്ടം നമ്മളെ ഈ നാടകത്തിനെ കൂടുതൽ സീരിയസ് ആയിട്ട് ചിന്തിക്കാനൊക്കെ പ്രേരിപ്പിച്ചിട്ടുണ്ടാവും അല്ലേ? നിരവധി നാടക പ്രവർത്തകർ. അപ്പോൾ തീർച്ചയായിട്ടും അവിടെ നിന്നാണോ ഒരു സംവിധായകൻ പപ്പേരിൽ നിന്നുണ്ടാകുന്നത്? സംവിധായകൻ ഉണ്ടാകുന്നതെന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് നാടകവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള യാത്രകൾ നടത്തിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് ക്യാമ്പുകളിൽ പങ്കെടുത്തു. കേരളത്തിലെ മിക്ക സംവിധായകരെയും ഇപ്പം നിലനിൽക്കുന്ന ഒരുപാട് സംവിധായകരെയും എനിക്ക് വ്യക്തിപരമായിട്ട് ബന്ധമുണ്ട്. തീർച്ചയായും. പണ്ടൊക്കെ നമ്മളൊരു നാട്ടിലെ AK സ്മാരക കലാസമിതി എന്ന് പറഞ്ഞ ഒരു നാടക കലാസമിതി ഉണ്ട്. ഇന്നും സജീവമായിട്ടിരിക്കുന്നത് കലാസമിതിൻ്റെ പ്രവർത്തകനായിട്ടാണ് സംവിധാന രംഗത്തേക്ക് ഞാൻ കടന്നത്. അപ്പോൾ ആ കാലഘട്ടത്തിൽ എടുത്തിരുന്ന നാടകങ്ങൾ എത്തരത്തിലായിരുന്നു? നാടകം കഥകൾ എടുക്കുന്നതിൽ സ്വീകരിക്കുന്നതിൽ എന്തെങ്കിലും നിഷ്കർഷ പാലിച്ചിരുന്നോ? ഇല്ല. ആ സമയത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ പുതിയ കുറേ നാടകങ്ങൾ കണ്ടെത്താൻ വേണ്ടി ശ്രമിച്ചു. ഒരുപാട് നാടക സങ്കേതങ്ങൾ നാടകത്തിന്റെ സാധ്യതകളെ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കും. ഒരുപാട്. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, സ്റ്റേജ് നാടകത്തിൽ നമ്മൾ വളരെ സജീവമായി നിൽക്കുമ്പോൾ തന്നെ തെരുവ് നാടകങ്ങളിൽ വളരെ സജീവമായിട്ടുള്ള പ്രകടനങ്ങൾ. തീർച്ചയായിട്ടും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കണ്ണൂരിന്റെ രാഷ്ട്രീയ സാമൂഹിക പശ്ചാത്തലം ഇതിനെല്ലാം ഒരു ഗുണപ്രദമായിട്ട് ഈ നാടക പ്രവർത്തനത്തിൽ അല്ലേ? ഇപ്പോൾ തെരുവ് നാടകം എന്ന് പറയുന്നത് പിന്നെ മെയ്ക്ക് ചെയ്യുന്നതാണ്. അതാത് പിന്നെ സ്ഥലത്ത് ഇത് മെയ്ക്ക് ചെയ്യുന്നതാണ്. നമ്മൾ പണ്ട് ഈ ക്രിസ്തുവിൻ്റെ 6-ാം തിരുമുറിവ് എന്ന് പറഞ്ഞ നാടകം നിരോധിച്ച സമയത്ത് PM ആന്റണീനെ നമ്മൾ തൃശ്ശൂർ പോയിട്ട് ഒരു പിന്നെ നാടകം ഇത് ചെയ്തിരുന്നു. ഒരുപാട് ആളുകൾ. പക്ഷേ കുരിശിൻ്റെ വഴി എന്ന് പറഞ്ഞൊരു തിരുവ നാടകമായിരുന്നു. അത് പിന്നെ പൂർത്തീകരിക്കാൻ പറ്റിയില്ല. അതിനിടയ്ക്ക് പിന്നെ പോലീസ് വന്ന് പ്രശ്നങ്ങളായത് സ്റ്റോപ്പ് ചെയ്യുന്നത്. ഇതൊക്കെ ഈ തിയേറ്ററിൻ്റെ സാധ്യതകളെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ സാമൂഹിക പ്രതിബദ്ധതയോടുകൂടി പ്രവർത്തിക്കുക എന്നുള്ള കാര്യം കൂടിയില്ല. തീർച്ചയായിട്ടും. രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, നാടകരംഗത്ത് നിൽക്കുമ്പോൾ തന്നെ നമ്മൾ മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ വളരെ സജീവമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ അടുത്ത വിശേഷങ്ങളിലേക്ക് വരാം. നമ്മൾ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചു. ആ കൂട്ടത്തിൽ ഞാൻ ചോദിച്ചോട്ടെ, പാരമ്പര്യമായിട്ട് നിങ്ങൾ ഒരു ശില്പ നിർമ്മാണമാണ്, പ്രത്യേകിച്ച് ദാരുശില്പങ്ങൾ, ക്ഷേത്രങ്ങൾക്ക് വേണ്ടി തടികളിൽ കൊത്തുപണികൾ ചെയ്യാന്നുള്ള വലിയൊരു കലയാണ് കയ്യിലുള്ളത്. അപ്പോൾ അതുകൂടാതെ നാടകം, ഇതെല്ലാം കൂടി എങ്ങനെയാണ് സമന്വയിപ്പിച്ചു കൊണ്ടുപോകുന്നത്? ജീവിതം ഈ നാടകത്തിൽ നമുക്കൊരു കോംപ്രമൈസ് ഇല്ല. അല്ല, അത് ഞാൻ അനുഭവിച്ചിട്ടുള്ളതാണ്. പേഴ്സോണ നാടകത്തിലും അതുപോലെ കൊമാരയിലും പപ്പേട്ടൻ്റെ കീഴിൽ സംവിധാനത്തിൽ ഞാൻ അഭിനയിക്കാൻ വന്നപ്പോൾ ഞാൻ അനുഭവിച്ചുള്ള കാര്യമാണ്. പക്ഷെ അത് അനിവാര്യമാണെന്ന് എനിക്ക് അനിവാര്യമാണ്. ജീവിതത്തിൽ നമുക്ക് കോംപ്രമൈസ് ആവാം. ഒന്നെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ജീവിതം എന്ന് പറഞ്ഞാൽ നമ്മൾ നടന്ന വഴികളിൽ ജീവിതത്തിൽ പല പ്രതിസന്ധികളും നമ്മൾ നേരിടുന്ന സമയത്ത് നമ്മളൊരു കലാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടാൽ നമുക്ക് അതിൻ്റെ അകത്ത്
ഒരു വലിയ സൊല്യൂഷനും ഉണ്ടാവും, ഒരു റിലീസും ഉണ്ടാവും. തീർച്ചയായിട്ടും. അത് നാടകം എന്ന് പറഞ്ഞൊരു കല, ഏത് കലയിലും ഒരു കലാകാരൻ അതിൻ്റെ അകത്ത് ഇടപെടുമ്പോൾ എന്ന് പറഞ്ഞാൽ അയാൾ മാനസികമായിട്ട് പിന്നെ നല്ലൊരു പരിവേർപ്പെടും. അതേസമയം തന്നെ ഈ നാടകത്തിന് അല്ലെങ്കിൽ ഒരു കല ഉപയോഗിച്ചിട്ട് സമൂഹത്തിനൊരു സന്ദേശം കൊടുക്കുന്നതിൽ നമ്മൾ അതിൻ്റെ മുന്നിൽ നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറുകയും. തിയേറ്ററിന്റെ ഒരു വലിയ സാധ്യതയാണ്. തിയേറ്ററിന്റെ വലിയ സാധ്യത ജനങ്ങളുമായിട്ട് ഏറ്റവും അടുത്ത് സംവദിക്കുന്ന ഒരു മാധ്യമം. നമ്മൾ കുറേ കാര്യം പറയലുണ്ട് നാടകത്തിന്. പിന്നെ നിങ്ങൾ തന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി, അതുപോലെ ഒരുപാട് നാടകങ്ങൾ കൊണ്ട് സമൂഹത്തിൽ ഒരുപാട് പരിവർത്തനങ്ങൾ ഉണ്ടായി, നാടകം കുറേ പരിവർത്തനം ഉണ്ടാക്കി എന്നൊക്കെ പറയുന്നുണ്ട്. അത് പിന്നെ ഒരു ജീവന കല എന്നുള്ള രീതിയിൽ നാടകം സിനിമ പോലെയല്ല, നേരിട്ട് ജനങ്ങളുമായിട്ട് സംവദിക്കുന്ന ഒരു മാധ്യമം എന്നുള്ള രീതിയിൽ നാടകത്തിന് വലിയ സാധ്യതയുണ്ട്. ആ സാധ്യത ഇപ്പം നിലനിൽക്കുന്നുണ്ട്. പല രീതിയിലാണ് ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിക്കണം എന്നല്ല. അതിലേക്ക് വരാം, കൂടുതൽ വിശേഷങ്ങൾ വരാം. വരും. പപ്പേട്ട 2 പതിറ്റാണ്ട് കാലം നാട്ടിൽ അല്ലേ, കേരളത്തിൽ കണ്ണൂർ കേന്ദ്രീകരിച്ച് പപ്പേട്ടൻ നാടക കലാ സാംസ്കാരിക പ്രവർത്തനങ്ങൾ നടത്തി. പിന്നീട് ജീവസന്ധാരണമായിട്ടാണ് പ്രവാസ ലോകത്ത് എല്ലാവരും വരുന്നത്, ശരി തന്നെയാണ്. പക്ഷേ എന്നാണ് ഇവിടേക്ക് വന്നത്? ഇവിടെ വന്നതിന് ശേഷമുള്ള പപ്പേട്ടൻ്റെ കലാപ്രവർത്തനങ്ങൾ അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? അത് നമ്മുടെ നാട്ടിൽ ഈ 80-90 കാലഘട്ടങ്ങളിൽ വളരെ രൂക്ഷമായിട്ടുള്ള തൊഴിലില്ലായ്മ നിലനിർന്ന ഒരു കാലഘട്ടത്തിലാണ് എൻ്റെ പ്രായത്തിലുള്ള ആളുകളൊക്കെ ഈ ഗൾഫിൽ അനുഭവിക്കുന്നത്. പ്രധാനമായിട്ടും അന്നത്തെ കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു പിന്നെ പ്രൊഫസറായി നിൽക്കുകയോ അല്ലെങ്കിൽ ഒരു കോളേജ് ലെക്ചർ, ആ രീതിയിലുള്ള ജോലികൾ സാധ്യതകളാണ്. ഇന്ന് എന്ന് പറയുന്നത് ഒരുപാട് കോഴ്സുകളുണ്ട്. പിന്നെ ഈ നമ്മളെ തസ്തികകൾ പല സാധ്യതകൾ കൂടിയത് MBA BBM അങ്ങനെയുള്ള ഒരുപാട് ഇതാണ്. അന്നേരം ഈ പ്രത്യേക ഒരു പ്രതിസന്ധിയിൽ തന്നെയാണ് ഞാനും ആ പ്രതിസന്ധിയിൽ തന്നെ ഞാൻ ഇവിടെ എത്തിപ്പെട്ടത്. കലാരംഗത്തേക്കുള്ള പ്രവേശനം ഇവിടെ വന്നതിന് ശേഷം ഒരുപാട് കാലം നമ്മൾ കലാരംഗത്തൊന്നും പ്രവർത്തിച്ചില്ല. ഒരു സാധാരണ ഫാക്ടറി തൊഴിലാളിയായിട്ട് വരുന്ന സമയത്ത് അങ്ങനെ ഒരു സാധ്യത ഇന്നുമില്ല ഒരു കലാരംഗത്തേക്ക്. പിന്നെ അതുപോലെയുള്ള തൊഴിലാളികൾ കടന്നു വരാൻ പറ്റില്ല. വലിയ ഒരുപാട് സ്ട്രഗിളാണ്, ഒരുപാട് സമയം ജോലിയാണ്. 10 മണി വരെയൊക്കെ ജോലിയാണ്. അങ്ങനെ യാദൃശ്യമായിട്ട് ഒരു ക്യാമ്പിൽ വെച്ചിട്ട് കരുവളൂർ മുരളിയേട്ടൻ വരുന്നുണ്ടെന്ന് പറഞ്ഞു. മുരളിയേട്ടനെ കാണാൻ പോയ സമയത്താണ് ഒരു ക്യാമ്പിൽ വെച്ചിട്ട് നമ്മുടെ ഇന്ത്യൻ സോഷ്യൽ ക്ലബിൻ്റെ സ്ഥാപക ചെയർമാനായിട്ട് കേരള വിഭാഗത്തിൻ്റെ PN ജാബീറിനെ പരിചയപ്പെടുന്നത്. അവിടെ നിന്നാണ്. അപ്പോൾ മുരളിയേട്ടൻ പറയുന്നത് ഇതാ ഇങ്ങനെ ഒരാൾ ഇവിടെ വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് അറിയാതിരുന്നില്ല, പക്ഷേ നിങ്ങൾ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് പറ്റുന്ന ആളാണെന്നാണ്. അന്ന് തുടങ്ങിയതാണ് പ്രവാസ രംഗത്തേക്കുള്ള നാടക രംഗത്തേക്കുള്ള കലാപ്രവർത്തനം. ശരി, ആ വിശേഷങ്ങളിലേക്ക് വരും. പപ്പേട്ട ഇപ്പോൾ 10-25 വർഷങ്ങളായിട്ട് പപ്പേട്ടൻ ഇന്ത്യൻ സോഷ്യൽ ക്ലബ്ബ് കേരള വിങ്ങിൽ പ്രവർത്തിക്കുന്നു. ആ പ്രവർത്തിക്കുന്നത് ഒരു മേഖലയിൽ മാത്രമല്ല. എൻ്റെ അറിവിൽ എന്താ പറയുക, കോസ്റ്റ്യൂം ഡിസൈനറാണ്, മേക്കപ്പ് ആർട്ടിസ്റ്റാണ് അല്ലേ, കലാസംവിധായകനാണ്. അങ്ങനെ വിവിധ മേഖലയിൽ പപ്പേട്ടൻ പ്രവർത്തിക്കുന്നു. അപ്പോൾ ആ അനുഭവങ്ങളൊന്നും പങ്കുവയ്ക്കാമോ? ഞാൻ ഈ മസ്കറ്റിൽ വരുന്ന സമയത്ത് കേരള വിഭാഗം എന്ന് പറഞ്ഞിട്ട് ഇന്ത്യൻ സോഷ്യൽ ക്ലബിൻ്റെ ഒരു വിങ്ങില്ല. അതെ. നമ്മൾ ആദ്യം വരുന്നത് ഈ ജാലകം എന്ന് പറഞ്ഞിട്ടുള്ള സതീഷ് കെ സതീഷിൻ്റെ ഒരു നാടകം നമ്മളിവിടെ എടുത്തു. അത് സഹ്മത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഘടനേൻ്റെ പേരിലാണ് അത് അവതരിപ്പിച്ചത്. അതിൽ ഒരുപാട് പ്രൈസ് കിട്ടി. അതിന് ശേഷമാണ് കേരള വിഭാഗം വരുന്നത്. ഈ കേരള വിഭാഗത്തിൻ്റെ അണ്ടറിൽ നമ്മൾ 4 മാസം കൂടുമ്പോൾ ഒരു തിയേറ്റർ ബേസ് ആയിട്ടുള്ള പരിപാടി ചെയ്തിട്ടുണ്ട്. അത് നാടകമാവാം, സംഗീത ശില്പമാവാം. അതുകൂടാതെ നമ്മൾ ഞാൻ കുട്ടികളുടെ ക്യാമ്പ് നടത്തി നാട്ടിൽ ധാരാളം നടത്തിയിട്ടുണ്ട്. ഇവിടെ തന്നെ വേനത്തുമ്പികൾ എന്ന് പറഞ്ഞിട്ടുള്ള ക്യാമ്പ് 10-12 വർഷം നടന്നു. നാട്ടിൽ നിന്ന് കുറേ പുതിയ ആളുകൾ കടന്നു വന്നിട്ടുണ്ട്. സ്റ്റാർട്ടിങ്ങിൽ കുറേ കാലം ഞാനായിരുന്നു വന്നത്. അതിനകത്ത് പങ്കെടുത്തിട്ടുള്ള കുട്ടികൾ ഇപ്പം ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നുണ്ട്, നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. വലിയ അനുഭവമാണല്ലോ. വലിയ അനുഭവമാണ്. പിന്നെ ഈ പടിപടിയായിട്ട് അതിനുശേഷം കേരള വിഭാഗം വന്നു. ഈ നമ്മൾ മലയാള നാടകത്തിൽ ഇപ്പം മസ്കറ്റിൽ ഇപ്പം മലയാള നാടകത്തിന് ഒരുപാട് പ്രേക്ഷകരുണ്ട്. തീർച്ചയായും. പക്ഷേ ആ ആദ്യഘട്ടങ്ങളിൽ വളരെ ചുരുങ്ങിയ ആളുകൾ മാത്രമേ ഇത് കണ്ടുകൊണ്ടിരുന്നു. 150-200 പേരേ ഉള്ളൂ. അതിൽ മലയാള നാടകത്തിൽ നമ്മൾ പുതിയ രീതികൾ, എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ വന്ന ശേഷമാണ് നമ്മൾ ഒരു നാടകത്തിൽ പുതിയ ഇപ്പം സാങ്കേതികമായിട്ട് പുതിയ സങ്കേതങ്ങൾ നാട്ടിൽ നിന്ന്
ഇഷ്ടംപോലെ സംവിധായകർ കൊണ്ടുവരുന്നുണ്ട്, പുതിയ പുതിയ ആൾക്കാർ നാടകത്തിൽ കയറി വരുന്നുണ്ട്. അങ്ങനെ നാടകത്തിൽ പ്രവർത്തിക്കാനുള്ളൊരു ഊർജം നമ്മൾ കുറേ ആൾക്കാർ ആ സമയത്ത് കൊണ്ടു നടന്നുകൊണ്ട് ഇഷ്ടംപോലെ കലാകാരന്മാരെ ഇന്ന് വാർത്തെടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ ഇപ്പോൾ മുന്നോട്ട് പോയിട്ടുണ്ട്. ഞാൻ എൻ്റെ ഒരു നാടകത്തിൽ അഭിനയിച്ചിട്ടുള്ള ഒരു 10-600 ആളുകൾ തന്നെ കലാകാരന്മാർ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ നടക്കുന്ന ഒരുപാട് നാടകങ്ങളിൽ എൻ്റെ ഞാൻ പരിശീലിപ്പിച്ച നടിയടന്മാർ സാന്നിധ്യം എല്ലാ നാടകത്തിലും ഉണ്ടെന്നുള്ളത് വലിയ സന്തോഷമാണ് എന്നെ സംവിധാന ചാരിതാർത്ഥ്യം നൽകുന്ന ഒരു കാര്യം. തീർച്ചയായിട്ടും അവർ മലയാള നാടകത്തിൻ്റെ ഒപ്പം ഉണ്ടെന്നില്ലേ. ആ ഒരു കളരി തിയേറ്ററിന്റെ വലിയ സാധ്യതകൾ ഉപയോഗിച്ചത് കൊണ്ട് അവരെ സംബന്ധിച്ച് പിന്നീട് മറ്റ് നാടകങ്ങളിലേക്ക് പോകുമ്പോൾ വലിയ എക്സ്പീരിയൻസ് ഉണ്ട്. ആ കാര്യങ്ങളിലേക്ക് വരാം. പപ്പേട്ട, കഴിഞ്ഞ 20 വർഷം നാട്ടിലും അതിനുശേഷം ഒരു 25 വർഷം പ്രവാസ ലോകത്ത്, പ്രത്യേകിച്ച് മസ്കറ്റിൽ പപ്പേട്ടൻ നാടക കലാ സാംസ്കാരിക രംഗത്തുണ്ട്. എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പോൾ ഈ ഇത്രയും കാലത്തെ നാടക പ്രവർത്തനം എങ്ങനെയാണ് ഇവിടെ നാടകങ്ങളെ വിലയിരുത്തപ്പെടുന്നത്? കേരളത്തിലെ ഇവിടുത്തെ എങ്ങനെയാണ് സാധ്യതകൾ എങ്ങനെയാണ്? അത് ആ ചോദ്യം എന്ന് പറഞ്ഞാൽ വളരെ പ്രസക്തമായിട്ടുള്ളൊരു ചോദ്യമാണ്. അത് പ്രവാസ ലോകത്ത് മലയാള നാടകത്തിനെ നമ്മൾ വേറൊരു രാജ്യത്ത് കൊണ്ടുവന്ന് നമ്മൾ അവതരിപ്പിക്കുകയാണ്. അപ്പോൾ പ്രവാസ നാടകം എന്നുള്ളതിനെ പറ്റിയിട്ട് വളരെ പ്രസക്തമായിട്ടുള്ള ചോദ്യം. ഈ വിഷയത്തിൽ കുറച്ചും കൂടെ ചർച്ചകൾ ഉയർന്നു വരുന്നുണ്ട്. തീർച്ചയായിട്ടും നാടക സംഘങ്ങൾ എന്ന് പറയുന്നത് പല രീതിയിലുള്ള അവരെ ബോധ്യത്തിന് കണക്കായിട്ടാണ് നാടകം രൂപപ്പെടുന്നത്. പക്ഷെ നാടകം പൊതുവിൽ നാടകത്തിന് ഒരു പ്രൊസീനിയർ നാടകവേദിയുണ്ട്, മറ്റേ സാൻഡ്വിച്ച്, അങ്ങനെ കുറേ ഫോമുണ്ട്. നമ്മളിവിടെ പ്രവർത്തിക്കുന്നത് പ്രൊസീനിയർ നാടകത്തിലാണ്. ഈ പ്രൊസീനിയർ നാടകം അവതരിപ്പിക്കുന്നതിന് കുറേ നിയമങ്ങളുണ്ട്, നിബന്ധനകളുണ്ട്. ഇങ്ങനെ ആവാന്നുണ്ട്. പക്ഷേ നിബന്ധനകൾക്കകത്തല്ല നാടകം. എന്നാലും ഈ നാടകം ഓരോ സംഘങ്ങളും അവരവരെ ഒരു ബോധ്യത്തിന് കണക്കായിട്ടാണ് നാടകം ക്രിയേറ്റ് ചെയ്യുന്നത്. നമ്മളെപ്പോലെ ഇല്ലവർ മലയാള നാടകത്തിന് വേണ്ടിയിട്ട് ഇവിടെ പ്രവാസ ലോകത്ത് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. ഒരുപാട് നമുക്ക് ഒരു വേലയും വേതനവും പറ്റാതെയാണ് നമ്മൾ ഈ രംഗത്ത് 10-20 കൊല്ലം താല്പര്യം കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഈ മേഖലയിലേക്ക് കഴിവില്ല ഒരുപാട് കലാകാരന്മാർ മസ്കറ്റിൻ്റെ പല ലേബർ ക്യാമ്പുകളിൽ കഴിയുന്നുണ്ട്. അവർ ഇപ്പോഴും ഉണ്ട്, അവർ ഉയർന്നു വന്നിട്ടില്ല. അങ്ങനെ നമ്മളൊരു ബോധ്യം എന്ന് പറയുന്നത് എന്ത് തരത്തിലുള്ള ബോധ്യമായാലും അത് നാടകത്തിൽ പ്രയോഗിക്കപ്പെടാൻ വേണ്ടിയിട്ട് പാടില്ല. നാടകത്തിന് അതിൻ്റേതായിട്ടുള്ള ഒരു ചിട്ടവട്ടങ്ങളുണ്ട്. അത് നമ്മൾ കുറേ സ്വായത്തമാക്കേണ്ടതുണ്ട്. അത് പഠിച്ചിട്ട് കുറേ കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട്. പഠിച്ചിട്ട് മാത്രമേ നാടകം ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കും. പറഞ്ഞു വരുന്നത് ലാഘവത്തോടു കൂടി കാണേണ്ട ഒരു കലയല്ല. അങ്ങനെയില്ല, ദൗർഭാഗ്യകരമായിട്ട് അങ്ങനെയില്ല. കുറേ അവതരണങ്ങൾ മസ്കറ്റിലും വേറെ പ്രവാസ ലോകത്ത് പല ഘട്ടങ്ങളിലും അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, അപ്പോൾ അത് ഓരോ നാടക പ്രവർത്തകരുടെയോ അല്ലെങ്കിൽ നാടകം എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണം എന്നുള്ളത് അത് ഓരോ സംഘടനയുടെയും കൂട്ടായ്മകളുടെയും വ്യക്തിയിൽ താല്പര്യങ്ങളില്ല. അതിനകത്ത് നമുക്ക് ഇടപെടാനുള്ള സാധ്യതകളുണ്ടോ? അങ്ങനെ പപ്പേട്ടൻ ചെയ്യുന്നത് പപ്പേട്ടൻ്റെ നാടക കാഴ്ചകളെ പ്രേക്ഷകർക്ക് സമ്മാനിക്കുക എന്നുള്ളതാണ്. ഇതേ ഒരു ചിന്ത തന്നെയായിരിക്കുമല്ലോ ഈ പറയുന്ന വിഭാഗങ്ങൾക്കും. അതിൽ ഈ നാടകം നമ്മൾ ചെയ്യുമ്പോൾ തന്നെ നാടകത്തിൻ്റെ പുതിയ രീതികൾ നമ്മൾ പരിചയപ്പെടുത്താനുള്ള ഒരു ശ്രമം നടത്താം. അതിൽ നമുക്ക് കുറേ പഠന പ്രവർത്തനങ്ങൾ നടത്തണം. തിയേറ്റർ ക്യാമ്പുകൾ വെക്കണം. കുട്ടികൾക്കും സ്ത്രീകൾക്കും വേണ്ടിയിട്ടുള്ള നാടകങ്ങൾ ഉണ്ടാകണം. കുട്ടികൾക്ക് നാടകവേദിയുണ്ട്, അത് നമ്മൾ ഉപയോഗപ്പെടുത്തില്ല. പണ്ടൊക്കെ നമ്മൾ കുട്ടികളെ നാടകം ഇഷ്ടംപോലെ കളിച്ചിട്ടുണ്ട്. ദൗർഭാഗ്യകരമായിട്ട് ഒരു 10 കൊല്ലത്തിനകത്ത് അങ്ങനെയുള്ള നാടകങ്ങൾ നമുക്ക് അവതരിപ്പിക്കാൻ പറ്റിയിട്ടില്ല. നാടകത്തിൽ നിന്ന് അകന്നു പോകുന്നത് കൊണ്ടാണോ അത് സാഹചര്യമില്ലാത്തത്? സാഹചര്യം ഇവിടുത്തെ കുട്ടികളെ ആ രീതിയിൽ പരിശീലിപ്പിക്കാനുള്ള ഒരു ആളുകൾ മുന്നോട്ട് താല്പര്യമില്ല. ഒന്ന് മലയാളം ഇവിടെ കുറച്ച് ഇതാണ്. പിന്നെ കുട്ടികളുടെ നാടകം എന്ന് പറഞ്ഞത് ഇന്ത്യൻ സോഷ്യൽ ക്ലബ്ബ് മത്സരം നടത്തുക. എൻ്റെ ഒരുപാട് കുട്ടികളുടെ നാടകങ്ങൾ ആ സമയത്ത് പ്രൈസ് നേടാൻ പറ്റി. തീർച്ചയായിട്ടും ധാരാളം അംഗീകാരങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്ന് അറിയാം. അപ്പോൾ ആ വിവരങ്ങളിലേക്കും വിശേഷങ്ങളിലേക്കും ഒന്ന് കടന്നു വരണം പ്ലീസ്. തീർച്ചയായിട്ടും. പപ്പേട്ട, ഇത്രയും കാലത്തെ ഈ നാടക കലാസാംസ്കാരിക പ്രവർത്തനത്തിൽ എൻ്റെ അറിവിൽ ധാരാളം അംഗീകാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. കൂടാതെ അതിലൊരു പ്രധാനപ്പെട്ടൊരു എൻ്റെ ഓർമ്മ പെഴ്സോൺ എന്ന നാടകം, ഞാനും കൂടി അതിനകത്ത് ഭാഗമായിരുന്നു ഒരു ആക്ടർ എന്നുള്ള നിലയ്ക്ക്. പപ്പൻ എനിക്ക് ഇരട്ട കഥാപാത്രം തന്ന ഒരു നാടകമാണ്. ഈ അവസരത്തിൽ ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറയണം അതിന്. അതുപോലെ കൊമാലയിൽ ഈ 2 നാടകത്തിനും അംഗീകാരം ഉണ്ടായിരുന്നു. അതുകൂടാതെ അങ്ങേക്ക് ധാരാളം സംഘടനകളുടെ അംഗീകാരങ്ങൾ നാടക പ്രവർത്തനത്തിനും അല്ലെങ്കിൽ ഈ മേഖലയിലെ സമസ്ത ഇത്രയും കാലത്തെ ഇടപെടലുകൾക്കുമല്ല അല്ലേ? അത്തരം കാര്യങ്ങളിലേക്കൊന്ന് കടന്നു വരാം. അംഗീകാരങ്ങൾ എന്ന് പറയുന്നത്
എൻ്റെ കലാപ്രവർത്തനങ്ങൾ നാടകമായാലും സംഗീത ശില്പമായാലും മറ്റ് കലാപരിപാടികളായാലും ജനങ്ങൾ അത് കാണുന്നുണ്ട്, അവരതിൽ കൈയടിക്കുന്നുണ്ട് എന്നുള്ളതിനാണ് ഏറ്റവും വലിയ അംഗീകാരം. തീർച്ചയായിട്ടും അതുകൊണ്ടാണല്ലോ ഈ കഴിഞ്ഞ 40 വർഷമായിട്ട് ഈ മേഖലയിൽ തന്നെ നിലനിൽക്കുന്നത് അല്ലേ? അത് ചെറിയ അംഗീകാരമല്ല. നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞാൽ സാധാരണ കർഷക തൊഴിലാളികൾ, കിണർ പണിക്കാർ, അങ്ങനെയുള്ള കുറേ പിന്നെ ഒരു ഗ്രാമത്തിലാണ് ഞാൻ അടിസ്ഥാന തൊഴിലാളി വർഗ്ഗമില്ല, അവരെ കയ്യിൽ നിന്ന് ചെറിയ ചെറിയ പൈസകളൊക്കെ കൊണ്ടാണ് നമ്മുടെ നാടകയാത്രകൾ തുടങ്ങുന്നത്. ആദ്യമായിട്ട് കിട്ടിയിട്ടുള്ള ഒരു നാടകത്തിലെ അംഗീകാരം എന്ന് പറയുന്നത് നവഖാലിയുടെ ഓർമ്മകൾ എന്ന് പറയുന്ന നമ്മുടെ AK സ്മാരക കലാസമിതി KSNE സ്മാരക ഒരു സ്വർണ്ണ മെഡൽ മത്സരത്തിന് വേണ്ടിയിട്ട് ഒരു നാടകം പ്രസൻറ്റ് ചെയ്തു. അന്നാണ് നാടകത്തിൻ്റെ പേരിൽ ആദ്യമായിട്ട് എനിക്കൊരു അംഗീകാരം. ഏത് കാലഘട്ടം? അത് ഒരു 80 കാലഘട്ടമാണ്, 81 മറ്റാണ്. അതിനുശേഷം ഇവിടെ വന്നതിന് ശേഷം എൻ്റെ 10 നാടകങ്ങൾക്ക് ഇന്ത്യൻ സോഷ്യൽ ക്ലബ്ബിൽ അംഗീകാരം കിട്ടിയിട്ടുണ്ട്. കുട്ടികളുടെ നാടകങ്ങൾക്ക്, അതുപോലെ ഏകാംഗ നാടകങ്ങൾക്ക്. പിന്നെ അത് പിന്നെയാണ് നമ്മൾ പിന്നെ ശ്രദ്ധിക്കപ്പെടാൻ തുടങ്ങിയത് പല മേഖലകളിൽ. നമ്മളെ LNB ഇത് പ്രവാസ നാടകരംഗത്തെ സമഗ്ര പുരസ്കാരത്തിന് വേണ്ടി പ്രവാസി അവാർഡ്, LNB നാടകവർത്തകളെ ഒരു അവാർഡ് കിട്ടി. പിന്നെ മൈക്ക് മീഡിയേൻ്റെ പിന്നെ പ്രേം നസീർ സ്മാരക അവാർഡ് കിട്ടി. ഏറ്റവും ലേറ്റസ്റ്റ് മൈത്രിയുടെ തോപ്പിൽ വാസി പുരസ്കാരം കഴിഞ്ഞ വർഷം കിട്ടിയിട്ടുണ്ട്. വലിയ അംഗീകാരങ്ങളാണ്. ഇതൊക്കെ തന്നെയാണ് പ്രചോദനവും ഊർജ്ജവും മുന്നോട്ട് നടക്കാനുള്ളത്. മുന്നോട്ട് നടക്കാനുള്ള ഊർജ്ജം. ഇപ്പം നമ്മളൊരു അവാർഡിന്റെ പുറകെ പോകുന്നില്ല. നമ്മളെ തേടി വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ചെയ്തിരിക്കുന്ന പ്രവർത്തനങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടാണ്. അത് ഒരു അവാർഡ് നമുക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ ഞാൻ ഉൾപ്പെടുന്ന നാടക സംഘത്തിനും നമ്മളൊരു സംഘടനക്കും കിട്ടുന്ന അംഗീകാരമാണ്. തീർച്ചയായിട്ടും അത് പ്രത്യേകിച്ചിട്ട് നമ്മളെ ഒരു നാടകപരമായിട്ടുള്ള നേട്ടമാക്കി മാറ്റാതെ അതൊരു കൂട്ടായ്മയുടെ പ്രതിഫലനമായിട്ടാണ് ലഭിക്കുന്നതെന്നുള്ള ഒരു വലിയൊരു കാര്യമാണ്. അതിൻ്റെ ഒരു അഭിമാനം. ഞാൻ പങ്കെടുക്കുന്ന എല്ലാ നാടക കൂട്ടായ്മകളിലും അതുപോലെ നമ്മുടെ നാട്ടിലെ പിന്നെ നാടക പ്രവർത്തകരും കലാസമിതി പ്രവർത്തകരും കൂടെ അവർ അതിൽ വലിയ സന്തോഷം. അല്ല, എൻ്റെ അറിവിൽ പ്രവാസ ലോകത്തെ നാടക പ്രവർത്തനത്തിന് നാട്ടിലും അംഗീകാരം ലഭിച്ചു, ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ട്. അത് വലിയ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ നിറഞ്ഞ് നാടക പ്രവർത്തനം നടത്തുന്ന ഒരു താലൂക്കിലും ജില്ലയിലൊക്കെ കൃത്യമായിട്ട് നാടക പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം അവിടെ പോകുന്നത് അവിടെ നാടക കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നാട്ടിൽ നിന്ന് നമ്മളെയാണ് വിളിക്കുക ആദ്യം, എന്താണ് ഒരു നാടകം വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു വലിയ നാടക പിന്നെ സംവിധായകർ, നാടക പ്രവർത്തകരായിട്ടുള്ള വ്യക്തിബന്ധം സൂക്ഷിക്കാൻ കഴിഞ്ഞു എന്നില്ല തന്നെയാണ് ഏറ്റവും വലിയ സമ്പാദ്യമായിട്ട് കലാരംഗത്തെ സമ്പാദ്യമായിട്ട് ഞാൻ ഈ ഘട്ടത്തിൽ കാണുന്നത്. എൻ്റെ ഈ അഭിമുഖം കാണുന്ന ഒരുപാട് സുഹൃത്തുക്കൾ അവർ മനസ്സിലാക്കിയിട്ടുണ്ടാകും. വ്യക്തികളെ പേരെടുത്ത് പറയേണ്ട കാര്യമില്ല, അവരൊക്കെ വലിയ രീതിയിലുള്ള പിന്നെ സംഭാവനയാണ് പ്രവാസ നാടകത്തിൽ. ഇനി ഒരു കാര്യം കൂടി പപ്പേനെ പറ്റി പ്രേക്ഷകർക്ക് പറഞ്ഞു കൊടുക്കാനുണ്ട്. അത് വരും, ഞാൻ വഴിയെ പറയാം. വരും പപ്പേട്ട. അതെ, ഞാനിപ്പോൾ നേരത്തെ പ്രേക്ഷകരോട് പറഞ്ഞു ഒരു ചോദ്യം കൂടി ഉണ്ടെന്ന് പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല. പപ്പേട്ടൻ ധാരാളം കവിതകൾ ആനുകാലിക മാഗസീനുകളിലും മറ്റും എഴുതി കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ കവിതാ രചനയോടുള്ള ഒരു ആഭിമുഖ്യം എങ്ങനെയാണ് ഉണ്ടായത്? കവിത എന്ന് പറയുന്നത് ഞാനിപ്പോൾ എഴുതുന്നത് കവിതയാണോ എന്നുള്ള കാര്യത്തിൽ അങ്ങനെ പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല, അങ്ങനെ ഒരു ഇതിലല്ല. പക്ഷെ നമുക്കൊരു എഴുത്ത് വഴിയുണ്ട്. എഴുത്ത് വഴി എന്ന് പറഞ്ഞാൽ നമ്മൾ കോളേജ് മാഗസിനിലൊക്കെ സ്ഥിരമായിട്ട് എഴുതുമായിരുന്നു. പല പ്രസിദ്ധീകരണങ്ങളും ചെറിയ ഇല്ലൻ്റ് മാസികകളൊക്കെ ഉണ്ടായിരുന്നു ഒരു കാലഘട്ടത്തിൽ. അന്നേരമൊക്കെ ധാരാളം ഇതേപോലെ എഴുതിയിരുന്നു. ഇപ്പോൾ പുതിയൊരു കാലഘട്ടത്തിൽ ഈ മറ്റേ കവിതേൻ്റെ ബ്ലോഗൊക്കെ വന്നു, അതുപോലെ ഫേസ്ബുക്കിലൊക്കെ ഇത് വന്നു. എൻ്റെ ഒരു കവിതകളൊക്കെ കൃത്യമായിട്ട് വെളിച്ചം കാണുന്നത് എൻ്റെ നാട്ടിൽ അനീഷ് തലവറ എന്ന് പറഞ്ഞൊരു കവിയുണ്ട്. നമ്മുടെ നാട്ടിൻ്റെ ഒരു അഭിമാനമാണ് അനീഷാണ് എൻ്റെ കവിതകൾ ലേഔട്ട് ചെയ്ത് നന്നായിട്ട് കിട്ടുന്നത്. നമ്മളെന്തെങ്കിലും കൂത്തിക്കുറിച്ചിട്ട് അനീഷിനെ അയക്കുകയാണെങ്കിൽ അത് വളരെ ഭംഗിയായിട്ട് അവർ അയച്ചു തരുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് വായനക്കാരെ അതിൽ കൂടുന്നത്. പിന്നെ ഓരോരോ പ്രാദേശികമായിട്ട് ഇഷ്യൂകൾ വരുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ചെറിയ രീതിയിൽ അതിനെ ഇറിറ്റേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ കവിത എന്ന് പറഞ്ഞിട്ട് എഴുതുക. അത് കുത്തിക്കുറിക്കലുകളാണ് ഈ കവിതയായിട്ട് പറഞ്ഞത്. എന്തായാലും ചില സമയങ്ങളിൽ ഞാൻ കാണാറുണ്ട് ചില വരികളെല്ലാം വളരെ അർത്ഥസമ്പന്നമാണ്, കാലിക പ്രസക്തവുമാണ്. അത് നമ്മൾ ഈ മലയാള ഭാഷയോട് ഒരു പ്രേമാണ് നമ്മൾ പഠിക്കുന്നത് മലയാളം. അന്നേരം ഒരുപാട് പിന്നെ മാഗസിനിൽ വർക്ക് ചെയ്യാൻ പറ്റി അന്നേരം ഇതേപോലെ കോളേജ് യൂണിയനിലൊക്കെ പ്രവർത്തിക്കുന്ന സമയത്ത് നല്ല രീതിയിൽ മലയാള സാഹിത്യം പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു ഗുണം ചില കാര്യങ്ങളുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്.
പപ്പേട്ട, ഏതായാലും ഒരുപാട് നന്ദി. ഒത്തിരി കാര്യങ്ങൾ അന്താരാഷ്ട്ര അടുക്കള പ്രേക്ഷകരുമായിട്ട് പങ്കുവെച്ചു. ഏതായാലും പപ്പേട്ടൻ ഇവിടെ എത്തി ഇത്രയും കാര്യങ്ങൾ പങ്കുവച്ചതിന് ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ സ്നേഹവും നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. നമസ്കാരം. അന്താരാഷ്ട്ര അടുക്കളയുടെ ഈ യൂട്യൂബ് ചാനൽ എന്നെപ്പോലുള്ള ഒരു നാടക കലാകാരനെ ഉൾപ്പെടുത്തിയതിൽ വലിയ സന്തോഷമുണ്ട്. അത് ഈ പ്രവാസ ലോകത്ത് പ്രവർത്തിക്കുന്ന മുഴുവൻ പ്രവർത്തകർക്കുള്ള അംഗീകാരമായി ഞാൻ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച് പപ്പേട്ട. ഇനിയുള്ള യാത്രയിൽ എല്ലാവിധ ഭാവങ്ങളും നേരുകയാണ്. താങ്ക് യു സോ മച്ച്. പ്രിയമുള്ള പ്രേക്ഷകരെ, അന്താരാഷ്ട്ര അടുക്കളയുടെ മിഴിതുറക്കും മൊഴികൾ എന്ന ഈ അഭിമുഖ പരിപാടിയിൽ ഇന്ന് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് പ്രശസ്ത നാടക കലാ സാംസ്കാരിക പ്രവർത്തകനായ ശ്രീ പത്മനാഭൻ തലോറയാണ്. അടുത്ത ആഴ്ച അടുത്ത എപ്പിസോഡിൽ മറ്റൊരു വ്യക്തിയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. താങ്ക് യു സോ മച്ച്. മിഴി തുറക്കും മൊഴികൾ, മനം നിറയും തളിരോർമകൾ, മിഴികളിൽ നിറയെ കാണാ കാഴ്ചകൾ, മൊഴികളിൽ നിറയും അറിയാ കഥകൾ. മിഴി തുറക്കും മൊഴികൾ.